മാതാവിനും 1000 നന്ദി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ രാജപുരം കള്ളാർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ദീപ്തി ജോസ്. 12/8/2023 ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് 30 വർഷമായിട്ട് തലകറക്കം ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലവും തേനും ഉപ്പും ഉപയോഗിച്ച് കൃപാസനത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലെയും ധ്യാന ക്ലാസ് യൂട്യൂബ് വഴി കൂടി എൻ്റെ അസുഖം അമ്മ മാറ്റിത്തന്നു. അമ്മ മാതാവ്. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ കൊച്ചിന് ഉണ്ടായ നാൾ മുതൽ 12 വർഷം അവന് ശ്വാസം മുട്ടും അലർജി മൂലം വലിവ് 15 എല്ലാ വാവിനും അവന് വലിവ് വരുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉപ്പും തേനും അവന് നേർച്ച വസ്തുവായിട്ട് ഉള്ളി കഴിക്കാൻ കൊടുക്കുകയും തൈലം പുരട്ടി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവന് എൻ്റെ രണ്ടാമത്തെ പുതുക്കലിന് പരിപൂർണമായിട്ട് ഇപ്പോൾ 2 വർഷമായി അവന് വലിവില്ലാതെ മാറ്റി തന്നു. മൂന്നാമത്തെ പുതുക്കലിന് അവന് 4 മാസമായിട്ട് നട്ടൽ വളയുന്ന അസുഖം ഉണ്ടായിരുന്നു. കാല് ഒരെണ്ണം വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ഇവിടെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി അവന് പരിപൂർണ സൗഖ്യം ലഭിച്ചു. 4-മത്തെ സാക്ഷ്യം, എനിക്ക് പെടലി ഞരമ്പിന് വേദനയും തലവേദനയും ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് വഴി അത് 3-മത്തെ ഉടമ്പടി പുതുക്കലിനാണ് എൻ്റെ പരിപൂർണമായിട്ട് മാറിക്കിട്ടിയത്. ഉടമ്പടി തൈലവും തേനും ഉപ്പും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ആഴ്ചത്തെ ധ്യാന ക്ലാസ്സും മുടങ്ങാതെ കൂടുമായിരുന്നു. അതേപോലെ എൻ്റെ കൊച്ചിന് ഫിറ്റ്സാന്ന് പറഞ്ഞു. ഫിറ്റ്സ് പോലെ അവൻ തലകറങ്ങി വീഴാൻ തുടങ്ങി. ഞാൻ ഉടമ്പടി എടുത്ത് ആ വർഷം തന്നെയാണ് അവന് ഈ അസുഖം വരുന്നത്. ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ തലയിൽ കൈവച്ച് ശുശ്രൂഷ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവൻ എല്ലാ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അവൻ നോർമലാണ്. പക്ഷേ അവൻ അപസ്മാരം വരുമ്പോൾ രാവിലെ ഫോൺ എടുത്ത് ഉപയോഗിക്കുകയോ ലൈറ്റ് വെട്ടം അവന് കാണാനോ പറ്റിയല്ല. രാവിലെ അവൻ എണീറ്റ് കുറേ സമയം ഇരുട്ടത്ത് കിടന്ന് അവന് വരാൻ പറ്റുള്ളായിരുന്നു. ഉടമ്പടിയിൽ വെച്ചു. ഞാൻ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കേൾക്കും. അവന് ഗുളിക കൊടുക്കുന്നതിനെക്കാട്ടിലും മുൻപിലെ ഉപ്പും തൈലവും തേനും ഞാൻ അവന് കൊടുത്താണ് അവനെ സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നത്. ഞാൻ അന്ന് അമ്മയോട് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, എൻ്റെ കൊച്ചിന് അപസ്മാരത്തിനുള്ള ഗുളിക ഇംഗ്ലീഷ് ഗുളിക കൊടുക്കുവാൻ നീ അനുവദിക്കരുത്. ഞങ്ങൾ ഹോമിയോ മരുന്നായിരുന്നു ഇവന് കൊടുക്കുന്നത്. ഇപ്പോൾ ഹോമിയോ മരുന്നായിരുന്നു കൊടുക്കുന്നത്. അവന് ഗുളികയെല്ലാം ഡോക്ടർ കുറച്ചു. പരിപൂർണമായിട്ട് ഇപ്പം 5-6 മാസമായി അവൻ രാവിലെ ഏറ്റ് പള്ളിയിൽ പോകുന്നുണ്ട്. സെപ്റ്റംബർ 8 അവൻ രാവിലെ ഏറ്റ് പള്ളിയിൽ പോയി ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഈസ്റ്ററിന് വരെ ഇവനെ കൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയതല്ല. അസുഖമായിട്ട് ഇപ്പം ഞാൻ ക്ലാസ് കൂടുകയും എല്ലാ ഉടമ്പടി ധ്യാന ക്ലാസ് കൂടുകയും ഇവനെ കൊണ്ട് ഉപ്പും തൈലവും തേനും എല്ലാ അമ്മയുടെ എല്ലാ നേർച്ച വസ്തുക്കളും ഇവന് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇവൻ്റെ അസുഖം ഇപ്പം പൂർണ്ണമായിട്ട് മാറി. ഇവന് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തപ്പം ഇവന് 15-ാം പൊക്കം ഇവന് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ 2 മാസത്തേക്ക് വേണ്ടി ഹോമിയോ മരുന്ന് പരീക്ഷിക്കാൻ കൊടുത്തത്. ഇപ്പോൾ അവന് ഒരു കുഴപ്പമില്ല. മരുന്നുകൾ ഡോക്ടർ കുറച്ചു. ഇപ്പോൾ ഒരു പരിപൂർണമായിട്ട് അമ്മ മാതാവ് സൗഖ്യപ്പെടുത്തി തന്നു. അതേപോലെ എനിക്ക് അമ്മ മാതാവ് ഇവന് സുഖമില്ലാതാകുന്നത് കൃത്യം 1.5 ആഴ്ചയ്ക്ക് മുമ്പ് എന്നെ കാണിച്ചു തരും. ഒന്നെങ്കിൽ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മയങ്ങിപ്പോവും. അപ്പോൾ എനിക്ക് മാതാവ് കൊച്ചു വീഴുന്നതായിട്ട് എനിക്ക് കാണിച്ചു തരും. അവന് ഇരിക്കുന്നിടത്തുനിന്ന് അവന് ഈ അസുഖം വരുന്നതെങ്കിൽ അവന് ഇരുന്നിടത്തുനിന്ന് വരുന്നതായിട്ട് എനിക്ക് അമ്മ കാണിച്ചു തരും. കൃത്യം 1.5 ആഴ്ച ആകുമ്പോൾ ഇവനത് വന്നിരിക്കും. എൻ്റെ വീട്ടിൽ ആർക്ക് എന്ത് ആപത്ത് വരുന്നുണ്ടെങ്കിലും 1.5 ആഴ്ച മുമ്പ് എനിക്ക് അമ്മ അത് കാണിച്ചു തന്നിരിക്കും. അതേപോലെ ഞാൻ ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ വിളക്കന്നൂർ പള്ളിയിൽ ഈശോയുടെ തിരുമുഖം കാണാൻ പോയപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എനിക്ക് സംബന്ധിക്കാൻ പറ്റി. ഞാൻ അച്ഛൻ ഉടുപ്പിട്ട് കുർബാന ചെല്ലാൻ വരുമ്പോൾ ഞാൻ കാണുന്നത് കുറേ വെളുത്ത ഉടുപ്പിട്ട് അച്ഛന്മാർ റോട്ടിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ജപമാല ഗ്രൂപ്പുണ്ട്. അതിലൊരു ചേച്ചിയോട് പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അച്ഛന്മാർ തെരുവിലിറങ്ങുന്നതിൻ്റെ അമ്മ കാണിച്ചു തരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. കൃത്യം 1.5 ആഴ്ച ആയപ്പോഴാണ് 2 സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുന്നതും അച്ഛന്മാരും എല്ലാ ജനങ്ങളും തെരുവിലിറങ്ങുന്നത് അമ്മേനെ കാണിച്ചു തന്നു. ഞാൻ അതേപോലെ വിശുദ്ധ ബലി ഞങ്ങളുടെ അടുത്ത ആശ്രമമുണ്ട്, അവിടെ പോയി മുട്ടയെ കുത്തി നിന്ന് ആ ബലി മുഴുവനും സംബന്ധിച്ചു. അന്ന് എനിക്ക് കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് തിളച്ച ചായ കുടിക്കും പോലെയായിരുന്നു ആ കുർബാന നാക്കയിലോട്ട് അച്ഛൻ വെച്ച് തന്നപ്പം. എനിക്ക് അങ്ങനെ ഒരു അനുഭവം കുർബാന സ്വീകരണത്തിലുണ്ടായി. ഇതെല്ലാം എനിക്ക് അമ്മ മാതാവും ഈശോപ്പനും നേടിത്തന്നതിന് 1000 നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പോയി എല്ലാ രോഗികളെ കാണുകയും പത്രം കൊടുക്കുകയും ഞങ്ങൾക്ക് കഴിയും വിധത്തിൽ തുണികളായിട്ടും പൈസയായിട്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ മുടങ്ങാതെ പോകാറുണ്ട്. പോയി ഞങ്ങൾക്ക് കഴിയും വിധം എല്ലാം ചെയ്തു കൊടുത്ത് ഞങ്ങൾ വരുന്നുണ്ട്. ലൂക്ക 8:48 മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ദീപ്തി സാബു എന്ന ഈ മകളുടെ
ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. മകളുടെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് മകളെ ആത്മീയമായി ബലപ്പെടുത്തുകയും അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ നിരന്തരം കേൾക്കുവാൻ പറ്റുന്ന വിധത്തിൽ മകളുടെ ആത്മാവിനെ സെൻസിറ്റീവുള്ളതാക്കി മാറ്റിയെന്ന് മകളുടെ വാക്കുകളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ഒന്ന്, ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്നും നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിൽ സന്ദേശം നൽകി, സാന്നിധ്യം നൽകി, ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് പരിഹരിക്കുന്നതിന് കൂടെ വരും. 2, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് സമയ ഘടികാരം ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ എൻ്റെ ദീർഘനാളായുള്ള ഏത് വിഷയത്തിന്മേലും സമയച്ചുരുക്കത്തിൽ എൻ്റെ അമ്മ മാതാവ് തീരുമാനങ്ങൾ ഉണ്ടാക്കിത്തരും. 3, ഞാൻ വിശേഷബുദ്ധിയായി എൻ്റെ ഈശോയെയും അമ്മ മാതാവിനെയും ആദരിക്കുവാൻ, സ്നേഹിക്കുവാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ ആത്മീയമായ അനുഭവങ്ങളിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് കാണുവാൻ, മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം കൂടെയുള്ള ജനമാണ് നമ്മൾ. വിളിച്ചു പ്രാർത്ഥിച്ചാൽ കൂടെ നിന്ന് ജീവിത വഴികളെ അനുഗ്രഹിക്കുന്ന ഒരമ്മയുടെ സംരക്ഷണയിലാണ് ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുന്നത്. ആ ബുദ്ധിത്തിൽ നമ്മുടെ ജീവിത വിഷയങ്ങളെ സമർപ്പിക്കാം. ഉടമ്പടി നമുക്ക് വിശ്വസ്തതയിലും സ്നേഹത്തിലും നിലനിൽപ്പിലും തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്ക്, സൗഖ്യങ്ങൾക്ക്, ആത്മീയ ബോധ്യങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.